പ്രേക്ഷകരെ അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 13ാം ആഴ്ചയിലത്തെ സംഗീത പോരാട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 12 ആഴ്ചകൾ താണ്ടി 13ാം ആഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു. 9 മ്യൂസിക്കൽ വോയിസ് ആണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. ഒന്ന് ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സ്, 2 അടിപൊളി സോങ്സ്. അങ്ങനെ 2 റൗണ്ടുകളായിട്ടുള്ള നമ്മുടെ 9 മ്യൂസിക്കൽ വോയിസിന്റെ തകർപ്പൻ പ്രകടനങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ മത്സരം ആരംഭിക്കുക. അപ്പോൾ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ 3 ജഡ്ജസിനെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം മധു മഞ്ജരി, ഒപ്പം ആശ ശരത്. കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. പാട്ടിനിടയിൽ കുറച്ച് കേട്ടില്ലേ? അതെ, ഞാനല്ല, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത പിള്ളേർക്ക്. എങ്ങനെ നന്നായി പാടില്ലേ? എത്രയൊക്കെ കഴിവുണ്ടായോ? നിങ്ങളിൽ നിന്ന് ഇവിടെ ശീലിച്ച് അറിവ് ശേഖരിച്ചു. എന്തായാലും ഗംഭീരായി പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ നിങ്ങൾ 3 പേരും കൂടി ചേർന്ന്, 3 പേരല്ല 2 പേരും പാടിയ പാട്ട് 2.5 ഉണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, 2.5 3 പേരും ചേർന്ന് ആലപിച്ച ഗാനം കറക്റ്റ് ആയിരുന്നു. മാണിക്യ ചെമ്പഴുക്ക തന്നെയാണ് നിങ്ങൾ 3 പേരും. എന്റെ ദൈവമേ, സാഹിത്യം അല്ല, നിങ്ങളെ കാണുമ്പോൾ മാണിക്യ ചെമ്പഴുക്ക എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ തോന്നുന്നില്ല. കാരണം നിങ്ങൾ 3 പേരല്ല ഇന്ന് ജഡ്ജിങ്ങിനെ ഉള്ളത്. നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിന് ഇറക്കുന്നുണ്ട്. ആളൊരു മാണിക്യ കല്ലാണ്. ആണോ? ശരിക്കും ആളൊരു രസികനാണ്. ആള് ഡയമണ്ട് നെക്ലസ് പോലെ തിളങ്ങുന്ന ഒരാളാണ്. ആള് ചോക്ലേറ്റ് പോലെ സ്വീറ്റ് ആണ്. അത് ശരി. എന്തോ വിളിച്ചിരിക്കുന്നുണ്ട്. സ്ത്രീയാണോ? ഡയമണ്ട് നെക്ലസ് വൈഫാണ്. അതെ. സമൃദ്ധ സുനിൽ. ലെറ്റ്സ് വെൽക്കം സമൃദ്ധ സുനിൽ. അതിലൂറുമീണമൊഴുകും പ്രണയമുന്തിരികൾ പൂക്കും. Musical vibe. Mega finally. സമൃദ്ധ, ലോങ് ടൈം നോ സീ. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വേദിയിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം ഡേനെ ഈ വേദിയിൽ വീണ്ടും കാണാൻ പറ്റിയിൽ. നമുക്ക് ഒരുമിച്ചൊരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയിൽ. അപ്പൊ ജഡ്ജസ്,
Yes. ഞാൻ നേരത്തെ പറഞ്ഞ മാണിക്കക്കല്ല് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതായിരുന്നല്ലേ ആ മാണിക്കക്കല്ല്. ഇതായിരുന്നു ആ മാണിക്കക്കല്ല്. താങ്ക് യു, നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ തന്നതിന്. പണ്ടത്തിനേക്കാളും പുരോഗമനം വന്നിട്ടില്ല. ഒരുപാട് ഞാൻ ഞെട്ടിപ്പോയി. ഇതിലും മികച്ചതായിരുന്നോ? എങ്ങനെയായിരുന്നു? വളരെ മികച്ചതായിരുന്നു. അതെ. ഞാൻ ആദ്യ പടി എടുത്തു വെക്കുന്നത് സമൃദ്ധയുടെ മുമ്പിലായിരുന്നു. അപ്പൊ അത് കാരണം എന്റെ എല്ലാ ചുവടുകളും സമൃദ്ധ കണ്ടിരുന്നു. വെച്ചത്. അതെ, എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. ഈ വർഷം കള്ളത്തരത്തിന് PhD കിട്ടുന്നുണ്ട്. ആണല്ലേ? കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സിലൂടെ അറിയണമെന്നുണ്ട്. അപ്പൊ സമൃദ്ധ നമ്മുടെ അടുത്തൊന്ന് സഹകരിച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വഴിയെ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടിന്റെ ഇടയിൽ ഓരോന്നോരോന്ന് ഒരു ഡോസ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം സമൃദ്ധ. വർഷങ്ങൾക്ക് ശേഷം ഈ വേദിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ ഒരു വലിയ ഒരു വേദിയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? എനിക്ക് ആക്ച്വലി ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഭാര്യമാര് ഇവിടെ വന്ന് പാടുന്നു. മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാ കുട്ടികളും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു ഡിഫറൻസ് ആയിട്ട് എല്ലാവരും സ്റ്റേജിൽ വന്ന് പാട്ട് പാടുന്നു. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട്, ലൈക്ക് എല്ലാവരുടെയും ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള ഇങ്ങനൊരു പ്ലാറ്റ്ഫോം, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഫ്ലവേഴ്സ് ഒരുക്കി കൊടുത്തതിലും അവർക്ക് ഇങ്ങനെ വരാനുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്ന അവരുടെ ഫാമിലിക്കും ഹാറ്റ്സ് ഓഫ്. അപ്പൊ സമൃദ്ധ, അപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ഈ ടെലിവിഷനിൽ വന്നിരിക്കുന്നത്. ഇതെന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാതാവുന്നത്? ഇത് എവിടേക്ക് ഗ്യാപ്പ് എടുത്ത് പോകുന്നത്? US-ലാണെന്ന് അറിയാം. അപ്പൊ ഇപ്പോ ലീവിനെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് ഇപ്പൊ വെക്കേഷൻ ആണ്. അപ്പൊ എല്ലാ വർഷവും ഈ സമയമാകുമ്പോ ഞാൻ നാട്ടിൽ വരും. അതെ, എന്നിട്ട് ഒരു 2 മാസം ഇവിടെ വീട്ടിൽ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പൊ തിരിച്ചു പോകാറായി. പക്ഷെ അതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ വിചാരിച്ചു എല്ലാരെയും കണ്ടിട്ട് പോവാം. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു അല്ലേ? അതെ. അപ്പോ ഈ ഒരു ഗ്യാപ്പില് സിനിമ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തോ? ഇല്ല, സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കേട്ടാൽ ഡെഫിനറ്റ്ലി ചെയ്യും. ഓക്കെ, അപ്പൊ ഉടൻ തന്നെ ഞങ്ങളും ഒരു സിനിമ പ്രതീക്ഷിക്കുന്നു അല്ലേ? അങ്ങനെ ആവട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ജഡ്ജസ്, നമ്മുടെ മത്സരം എത്രയും പെട്ടെന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ 13ാം വീക്കിലോട്ട് കടന്നിരിക്കുകയാണ്. 9 മ്യൂസിക്കൽ വൈസ് ആണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പൊ 2 റൗണ്ടുകളായിട്ടുള്ള നമ്മുടെ മത്സരം ഇന്ന് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ക്ലൈമാക്സ് എപ്പിസോഡുകളിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ നമ്മുടെ എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ട്. അപ്പൊ അവരുടെ ടെൻഷനൊക്കെ മാറ്റാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങള് രണ്ടുപേരോ? നിങ്ങൾ അവരുടെ ഞങ്ങളെ കുറച്ച് ഇളം കാറ്റ്. അതെ, ഞങ്ങൾ അവര് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഞങ്ങൾ അവര് കുറച്ച് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏതായാലും അവർക്ക് നല്ലത് മാത്രം സംഭവിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അവരുടെ മത്സരം നമുക്ക് അങ്ങ് ആരംഭിച്ചാലോ? തീർച്ചയായും. എന്ത് പറയുന്നു? 4 പേർക്കുള്ള സീറ്റ് ഇതാ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലീസ്. താങ്ക് യു. കൺമണിയെ പൊന്മണിയെ പാടി സിംഗിൾ മ്യൂസിക്കൽ കൂട് മുന്നിലുള്ളത് കരവല്ല പാട്ടിനോ പതിരില്ല താരത്തിളക്കത്തിൽ പാറി പറന്നാട്ടെ. അപ്പൊ എന്തായാലും മഞ്ചേരി മത്സേട്ട, സമൃദ്ധ, ആശ ചേച്ചി, അപ്പൊ നമ്മുടെ 4 ജഡ്ജസ് ഇവിടെ ഉഷാറായിട്ട് ഇരിക്കുവാണ് നമ്മുടെ മത്സരം കാണാനായിട്ട്. മത്സേട്ട, സമൃദ്ധയെ പറ്റി എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ? സമൃദ്ധയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സമൃദ്ധയുടെ ആക്ടിംഗ് ഒക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പോത്തൻ വാവയിലാണ് ഞാൻ സമൃദ്ധ അഭിനയിച്ച ഒരു സിനിമയിൽ പാടിയത്. നേരാണേ എല്ലാം നേരാണേ. പിന്നെ മഞ്ചേരി. അല്ല, സമൃദ്ധയ്ക്ക് ശബ്ദം കൊടുക്കണ്ടേ? സമൃദ്ധയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പാടുന്നത് മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞ ചിത്രത്തില് നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ അങ്ങനെ ഒരു പാട്ടായിരുന്നു. അപ്പം അത് അതിമനോഹരായിട്ടാണ് സമൃദ്ധ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ പാട്ട് ഇല്ല, ഞാൻ അഭിനയിച്ചതിനേക്കാളും ആ പാട്ട് സെറ്റിൽ ആദ്യമായിട്ട് ഇട്ടപ്പോൾ, നമ്മൾ ഷൂട്ട് ചെയ്തതിന് മുമ്പ് ആദ്യമായിട്ട് സെറ്റിൽ ആ പാട്ട് പ്ലേ ചെയ്തപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് മഞ്ജരിയുടെ സിംഗിങ്ങിനെ കുറിച്ചാണ്. എക്സലന്റ് ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഇന്നും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ട് പറയാറുണ്ട് അവരുടെ ഫേവറേറ്റ് സോങ് ആണെന്ന്. അപ്പം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ പാട്ടും നമുക്ക് ഈ വേദിയിൽ ഇന്ന് കാണണം അല്ലെ? കേൾക്കണം അല്ലെ മഞ്ചേരി? ശരി, ആശേച്ചി സമൃദ്ധയും തമ്മിലുള്ള സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഒരുമിച്ച് അഭിനയിക്കാനുള്ള അഭിനയിച്ചിട്ടില്ല. ഞാൻ സമൃദ്ധ വരുമ്പോഴത്തേക്കും സമൃദ്ധ അഭിനയത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പോഴാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ദുബായില് പെർഫോമൻസസിന്, അവാർഡ് ഷോസിനൊക്കെ കൊറിയോഗ്രാഫ് ചെയ്ത് സമൃദ്ധ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 15 വർഷം മുമ്പ് ദുബായില് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊറിയോഗ്രാഫ് ചെയ്തിട്ട് ഞാൻ കൊറിയോഗ്രാഫ് ചെയ്ത് സമൃദ്ധ കളിച്ചിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്കും. ആ ഷോയുടെ പ്രൊഡ്യൂസർ ഈ ഷോയുടെ പ്രൊഡ്യൂസർ ആണ്. അതേ ആള് തന്നെ. ഓക്കെ, അപ്പൊ എനിക്കും സമൃദ്ധയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്റെ ആങ്കറിങ് ജീവിതം തുടങ്ങിയതാ
സമ്പ്രദായുടെ മുമ്പിൽ നിന്നാണ്. അവിടുന്ന് ഒരു 7 വർഷം ഇപ്പൊ കഴിഞ്ഞ് ഞാനിപ്പോ നെഞ്ചു വിരിച്ചു നിൽക്കുവാണ്. ഞാൻ പരിപാടി അവതരിപ്പിക്കാൻ കെൽപ്പുള്ള ഒരാളായെന്ന്. ഞാൻ ഡേറ്റിനെക്കാളും വളരെ സന്തോഷവും പ്രൗഡും ആണ് ഈ മൊമെന്റിൽ. കാരണം നായകനിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഡെയിൻ നല്ല നെർവസ് ആയിരുന്നു. പേളി ആയിരുന്നു കൂടെ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഡെയിനിൽ നിന്ന് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ടൈറ്റിൽ അടക്കം ഞാൻ ഈ ബ്രാൻഡിങ് ഒറ്റ ടേക്ക് പോകുന്നു ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് അത് പറഞ്ഞു കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ മത്സരം അങ്ങ് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഇന്ന് മത്സരിക്കാൻ വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീഷ്മ. കഴിഞ്ഞ തവണ ഗോൾഡൻ ബസർ കിട്ടിയായിരുന്നു, അതൊരു അടിപൊളി പാട്ടായിരുന്നു. ഇത്തവണ ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിലാണ് പാടുന്നത്. അതിനായിട്ട് അകലെ എന്ന് പറയുന്ന മൂവിയിൽ സുജാത ചേച്ചിയും വേണു സാറും ഒക്കെ പാടിയ ഒരു അടിപൊളി സോങ്ങാണ് നീ ജനുവരിയിൽ വിരിയുമോ എന്ന് പറയുന്ന സോങ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ നന്നായിട്ട് പാടാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീഷ്മ, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഒരു മാലാകുട്ടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. മത്സരത്തെ കോസ്റ്റ്യൂമിന് പറ്റി അടിപൊളിയായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഡിസൈൻ ഒക്കെ വളരെ കൊള്ളാം. സ്ലീവിലുള്ള ഡിസൈൻ, താഴെ ബോർഡർ, താഴെയുള്ള ബോർഡർ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സമ്പ്രദം ഞെട്ടുന്നത് ശരിക്കും മ്യൂസിക്കൽ കോമ്പറ്റീഷൻ ആണ്. ഓരോ മത്സരാർത്ഥി വരുമ്പോ അവരുടെ കോസ്റ്റ്യൂമിന് പറ്റി, അവരുടെ ഓർണമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ മധുചേട്ടന്റെ ഒരു 5 മിനിറ്റ് സംസാരമുണ്ട്. മധുവിൽ ഒരു ഡിസൈനർ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രീഷ്മ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? അകലെ എന്ന് പറയുന്ന മൂവിലെ നീ ജനുവരിയിൽ. ഓക്കെ, ബ്യൂട്ടിഫുൾ സോങ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശ്രീഷ്മ. ഓൾ ദി ബെസ്റ്റ് മോളെ.
വെരി ഗുഡ് വെരി ഗുഡ്. മ്യൂസിക്കൽ വൈബ് മെഗാ ഫൈനൽ. ശ്രീഷ്മ എന്തോ അങ്ങനെ ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമുണ്ട്. ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? സ്വന്തമായിട്ടുള്ള സെലക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് ചോദിക്കാം. മതിച്ചേട്ടാ, പാട്ട് വളരെ നല്ല സെലക്ഷൻ. കുട്ടൻ ചേട്ടൻ ചെയ്തതിൽ വളരെ മനോഹരമായിട്ടൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഗിരീഷ് ചേട്ടന്റെ വരികൾ. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ വളരെ നന്നായിട്ട് പാടി ശ്രീഷ്മ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇടയിൽ ചില ലിറിക്കൽ ക്ലാരിറ്റി, ഇപ്പൊ ഉദാഹരണം ശലഭമായി, ശലഭമായി എന്നാ പാടുന്നുള്ളൂ. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള പൊഴിയുമോ ഒത്തിരി ഔട്ട് ഓഫ് ശ്രുതി, കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അക്ഷരസ്ഫുടത ഒന്ന് കറക്റ്റ് ആക്കണം. ഇടയിലുള്ള ഹമ്മിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സെക്കൻഡ് ചരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഹമ്മിങ് വളരെ നന്നായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നീ കണ്ടുപിടിക്കാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ബാക്കിയൊക്കെ വളരെ നന്നായിരുന്നു. ഓക്കെ ഓക്കെ. ശ്രീഷ്മ, എന്തോ ഈ പാട്ട് ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് വേദിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ. ഇത് ഇങ്ങനത്തെ നോട്ട്സ് എവിടെയെങ്കിലും തെറ്റിയാൽ അതിൻ്റെ ഒരു സുഖം പോവും. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണത്. ശ്രീഷ്മ പാടിയപ്പോൾ ഫീല് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു കോളിളക്കം സൃഷ്ടിച്ചൊരു പാട്ടായിരുന്നു ഇത്. അപ്പോൾ കുട്ടൻ ചേട്ടൻ ഒരു വലിയ പ്രണാമം ഈ ഒരു അവസരത്തിൽ. ഫീൽ വൈസ് ഈ പാട്ട് നന്നായിട്ട് ശ്രീഷ്മ പാടി. ഓക്കെ, ശരിക്കൊരു ഇളം കാറ്റ് തഴുകും പോലെ ഉണ്ടായിരുന്നു മോളുടെ പാട്ട് കേട്ടോ. ഭയങ്കര സൂതിങ് ആയിരുന്നു. ഇങ്ങനെ കണ്ണടച്ച് കേൾക്കാൻ അതിമനോഹരമായിരുന്നു. ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. യു പ്രൂവ്ഡ് ഇറ്റ്, യു ആർ എ ഗ്രേറ്റ് സിംഗർ. ശ്രീഷ്മ എന്തോ അസലായി പാടി. ഞാനിവിടെ ഇങ്ങനെ മെസ്മറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ശ്രീഷ്മയുടെ വോയിസ് ഭയങ്കര സ്വീറ്റ് ആണ്, വളരെ മെലഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അത് ഫുൾ ജസ്റ്റിസ് കൊടുത്ത് പാടി. ശരിക്കും എൻജോയ് ചെയ്തു. വെരി വെൽ ഡൺ. താങ്ക് യു ചേച്ചി. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ യോമനകൾ കാടിന്റെ കിങ്ങിണികൾ. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ യോമനകൾ കാടിന്റെ കിങ്ങിണികൾ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലോട്ട്, നമ്മുടെ ആ കുഞ്ഞുനാളിലോട്ടൊക്കെ ഒന്ന് നമ്മൾ സഞ്ചരിക്കും അല്ലേ? ആശേച്ചിയുടെ ഈ കുട്ടിക്കാലൊക്കെ എവിടെയായിരുന്നു? നാട്ടില് എങ്ങനെയായിരുന്നു? പെരുമ്പാവൂരായിരുന്നു. ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ പെരുമ്പാവൂർ സ്കൂളിലാണ്. കോളേജില് പ്രീ ഡിഗ്രി പഠിച്ചത് മാർത്തോമ വിമൻസ് കോളേജ് പെരുമ്പാവൂർ, ഡിഗ്രി പഠിച്ചത് ശ്രീശങ്കര കോളേജ് കാലടി. എല്ലാം ആ ഒരു പെരുമ്പാവൂർ അയ്യപ്പസ്വാമിയുടെ അമ്പലവും അതിന് ചുറ്റിപ്പറ്റുമായിരുന്നു ജീവിതം മുഴുവൻ. മക്കളുടെ സ്റ്റഡീസ് ഒക്കെ? ഹലോ, എന്റെ മക്കളുടെ ആണോ? അതെ, രണ്ട് മക്കളുണ്ട്. അതെ, ഉണ്ട്. അതെ, ഒരാള് ബോംബെയിലാണ് പഠിക്കുന്നത്, വേറൊരാള് കാനഡയിലാണ് പഠിക്കുന്നത്. മോനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലേ സമൃദ്ധയ്ക്ക്? ഇല്ല, അത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തു. ഇനിയും വിട്ടില്ലേ? ഈ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല. അവസാനം ആശിച്ചിട്ട് മുകളിൽ വന്ന് നിൽക്കാണ് സമൃദ്ധ. അതായത് ഇവിടെ പുറത്ത് സോഷ്യൽ മീഡിയ വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഞാൻ പിന്നീട് കിടക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് ശ്രീഷ്മയുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്നത്തെ റൗണ്ടിൽ ശ്രീഷ്മ സേഫ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള സമയമാണ്. ശ്രീഷ്മ, ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? സേഫ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സേഫ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചുരുക്കമായിരിക്കുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ജഡ്ജ്മെന്റിന് നേരത്ത് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ എടുത്തെടുത്ത് നമ്മുടെ ജഡ്ജസ് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കുമോ? അറിയില്ല, നോക്കാം. ശ്രീഷ്മ, എൻ്റെ കണ്ണിൽ നിന്ന് എന്തെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? സേഫാന്ന് തോന്നുന്നു. സേഫാണ്. അതാണോ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്? ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ശ്രീഷ്മ, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായോ? പെട്ടെന്ന് കണ്ണ് ആവശ്യമായി തുടങ്ങി, എല്ലാവരും കണ്ടുപിടിക്കുന്നുണ്ട്. അതെ, അഭിനയൊന്നും പണ്ടത്തെ പോലെ ഏൽക്കുന്നില്ല. ഒരു സൺഗ്ലാസ് വയ്ക്കായിരിക്കും നല്ലത്. അതെ. അപ്പൊ ശ്രീഷ്മ, എന്തായാലും ഇന്നത്തെ റൗണ്ട് ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സേഫ് ആയി ലാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച പുതിയ റൗണ്ട്. ഓക്കെ, അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി ഇവിടെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഒരു അടിപൊളി സോങ് ആവട്ടെ. അടിപൊളി സോങ് റൗണ്ടിലാണ്. അപ്പൊ അടിപൊളി സോങ് റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര വിജയൻ. കഴിഞ്ഞ തവണ ഗോൾഡൻ ബസ്റ്ററൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇത്തവണ ഒരു അടിപൊളി സോങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദാ വേഷമൊക്കെ കണ്ടില്ലേ, ഒരു കല്യാണ വീടാണ് തീമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാട്ട് ഏതാണെന്ന് നമുക്ക് സ്റ്റേജിൽ കാണാം. ആതിര യെസ്, താങ്ക് യു. അടിപൊളി റൗണ്ടിൽ അടിപൊളി വേഷം. ആതിര അതാത് പാട്ടുകളുടെ ലുക്കുകളൊക്കെ മാക്സിമം പിടിക്കുന്ന ആളാണ്. ഒരു ദിവസം മീശയൊക്കെ വെച്ച് വന്നിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഒരുക്കം ഇതാദ്യമായിട്ട്. ഓക്കെ, അപ്പൊ ആതിര ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ഒരു കല്യാണം നടത്തി കളയാന്ന് വിചാരിച്ചു. ആരുടെ കല്യാണം? ഡെയിന്റെ കല്യാണം നടത്താന്നായിരുന്നു. അപ്പൊ തൽക്കാലം അതിന് സ്കോപ്പില്ലല്ലോ. തുമ്പി കല്യാണത്തിന് പറഞ്ഞ സോങ്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടിച്ചു പൊളിച്ചോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Chumchanaka, 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 tananane, tananane, tananane. മേലെ പൂവേണം ആണായാലോ നല്ലവനായി വാഴേണം ശ്രീരാമനെ പോലെയാകേണം മുത്താരപ്പൊന്നിൽ മലയൊരുക്കും പൊന്മാലപ്പൂവിൽ കരളാകും മാനെ കെട്ടിടാമോ ഈ തിരുദേവി പെണ്ണിനെ കെട്ടിടാമോ മലയോരം പൂത്തോ കുഴലാരം കേട്ടോ തിരിയിട്ടോ കൽവിളക്കിൽ കുടവട്ടത്തിങ്കൾ കുടയാക്കാം നാളെ തെളിമാനം വീടാക്കാം മനസ്സിലോ കല്യാണ രാമായണം പൂവിടിച്ചു പോയി മാംഗല്യപ്പൂവൽ തുമ്പി തുമ്പിക്കല്യാണത്തിനു വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടിയഴകൊള്ളിവളാരോ
ആഹാ Nice, വെരി nice. ഗുഡ് വെരി ഗുഡ് നന്നായിരുന്നു വെരി ആതിര. ഗുഡ് Very nice. ഡാൻസേഴ്സ് കലക്കി. അങ്ങനെ ഒരു തുമ്പിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അതെ. എങ്ങനെ നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. നമുക്ക് എന്തായാലും വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മതിച്ചേട്ടാ, നല്ല എനർജിയുള്ള സോങ് ആയിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംഗതികളുടെ ഹമ്മിങ്, ആ അകാരം ആദ്യത്തെ ഹമ്മിങ് ഇല്ലേ, അതിന് ഇത്തിരി ക്ലാരിറ്റി വേണം. അമ്പാടിക്കണിമുത്തേ പൂക്കണിമുത്തേ മിണ്ടിപ്പോയാൽ ആ മിണ്ടി അത് മിണ്ടി എന്നുള്ളത് ഫ്ലാറ്റായി. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഷാർപ്പ് ആവണുണ്ട്. ശ്രുതി കുറച്ചും കൂടി സ്റ്റഡി ആക്കണം എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നാളെല്ലാം നോക്കും അതും തുടങ്ങിയത് ആ ബീജ് കഴിഞ്ഞിട്ട് തുടങ്ങിയതല്ലേ അതും ഈ തുടക്കത്തിൽ ആ ഒരു ശ്രുതിയിലേക്ക് ഇങ്ങോട്ട് എത്താനുള്ളൊരു ഇതുണ്ടായിരുന്നു. ശ്രുതിയാണ് മെയിനായിട്ട് ഇന്ന് ആതിരയ്ക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ സംഗതികളുടെ പെർഫെക്ഷൻ, ഹമ്മിങ്ങുകളുടെ എല്ലാം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കളർഫുൾ ആയിരുന്നു. പാട്ടിൻ്റെ സെലക്ഷനും ചില ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തുകൊണ്ടും വളരെ മനോഹരമായ ഉടുപ്പ്, അതിന്റെ കൂടെ എൻജോയ് ചെയ്ത് പാടി. നല്ല എൻജോയ് ചെയ്ത് പാടി. അതിരയുടെ വോയിസിലുള്ള ത്രോ ഉണ്ടായിരുന്നു, ആ വോയിസിലുള്ള ഒരു ഗെയിന്, ഒരു പവർ ഉണ്ടായിരുന്നു. പിന്നെ മധുചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ശബ്ദം അടിപൊളിയായിരുന്നു. ആ എക്സ്പ്രഷൻ കൊടുത്തതും അത് പെർഫെക്റ്റ് എന്ന് പറയാം. ആ ഒരു സംഭവം 100% ആ 2 ലൈൻസിൽ കിട്ടിയ പെർഫെക്ഷൻ കിഡിലായിരുന്നു. താങ്ക് യു ചേച്ചി. പിന്നെ ബാക്കിയുള്ള ത്രൂ ഔട്ട് ആ പാട്ടിനകത്ത് ചില സ്ഥലങ്ങളൊക്കെ ഷാർപ്പ് ആവുന്നുണ്ടായിരുന്നു. അത് ആതിരയുടെ അടുത്ത് വരരുത്. പെർഫോമൻസ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് ആതിര ഒന്ന് ഭയങ്കര സടകുടഞ്ഞ് എണീറ്റ് പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു മഞ്ജരി. വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു കാണാൻ. ആതിരയും ഒപ്പം ഡാൻസ് ചെയ്ത ഡാൻസേഴ്സും അവരുടെ എനർജി പറയാതിരിക്കാൻ വയ്യ. അവരസലായിട്ട് സപ്പോർട്ട് ചെയ്തു ആതിരയുടെ പെർഫോമൻസിന്. അപ്പം ഇവർ പറഞ്ഞ പോലെ എനിക്ക് പാട്ടിനെ പറ്റി വലിയ പിടിയില്ലെങ്കിലും എനിക്ക് ആ പിച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ആയി. അപ്പോൾ എനിക്ക് തോന്നി അത് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കിപ്പോൾ മച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതൊഴിച്ചാൽ ഓവറോൾ വളരെ കളർഫുൾ ആൻഡ് എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് അതിൽ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതിൽ ത്രൂ ഔട്ട് പെർഫോമൻസിലും എവിടെയും ഒരു ഡൗട്ടും ഇല്ലാതെ കോറസൊക്കെ പാടുമ്പോൾ അവരെ കാട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പാടാനൊക്കെ പറഞ്ഞിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ആ സ്റ്റേജിലെ പ്രസൻസിൽ നിന്നും വളരെ കോൺഫിഡൻ്റ് ആണെന്ന് മനസ്സിലായി. എന്തായാലും വളരെ എനർജറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. താങ്ക് യു സമൃദ്ധ. ചേച്ചി, ആതിര എന്ന് പറയുന്ന ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഓരോരോ വേദികളിൽ ഓരോരോ ആഴ്ചകളിൽ മുമ്പോട്ട് പോകുന്നത്. അത് തന്നെയാണ് മോളെ ഈ ഒരു വേദിയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയാൻ. ഇന്ന് ആതിര വരുന്നു, സംസാരിക്കുന്നു, പാടുന്നു, അപ്പൂപ്പനോ അമ്മൂമ്മയാവുന്നു, പെട്ടെന്ന് സിംഗേഴ്സിൻ്റെ കൂടെ ഡാൻസേഴ്സിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു. എല്ലാം കൂടെ ഒരു ഓൾ ടുഗെദർ ഓൾ റൗണ്ടറായിട്ട് ഒരു പെർഫോമറായിട്ട് മാറിക്കഴിഞ്ഞു ആതിര കേട്ടോ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, അഭിമാനവും തോന്നുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ മിസ്റ്റേക്സ് അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല. എൻഡ് ഓഫ് ദി ഡേ യു ആർ എ പെർഫോമർ, യു ആർ എ സിംഗർ കേട്ടോ. ഗ്രേറ്റ്, ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ. ഇപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞ് നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആതിരയ്ക്ക് എന്താ തോന്നുന്നത്? കുറച്ച് പിച്ചിങ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അറിയില്ല, ഡൗട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജഡ്ജസ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ റിസൾട്ടും കുറച്ച് പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് കാലിടറിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. എന്തായാലും ഇന്നത്തെ അടിപൊളി സോങ്സ് റൗണ്ടിൽ ആതിരയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജസ് എല്ലാവരും മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് സോറി യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ബട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മളങ്ങനെ തിരിച്ചു വന്നിട്ടുള്ള ആളാണ് അല്ല ആതിര? അപ്പൊ എന്തായാലും അറിയാലോ, എലിമിനേഷൻ സമയത്ത് നമുക്ക് ഇനി ഒരു അവസരം കൂടി ഉണ്ടാവും. അപ്പൊ നന്നായി പാടാൻ പറ്റുന്ന, ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടുക. എന്നിട്ട് ഇവിടെ സേഫ് ആയിട്ട് അവിടെ അവരുടെ കൂട്ടത്തിൽ ഇരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര രജീഷ്.
ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് റൗണ്ടിലാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന പാട്ട് കാത്തിരിപ്പു കൺമണി എന്ന് പറയുന്ന പാട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം പെപ്പി സോങ്സ് ആയിരുന്നു, അതിന് ബസറൊക്കെ കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം കിട്ടുമോ എന്ന് അറിയില്ല, എന്നാലും നന്നായി പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിരാ എന്തോ സുഖല്ലേ? സുഖാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഗോൾഡൻ ബസ് ലഭിച്ച ആളല്ലേ? ബസർ ബസ് കിട്ടി, ചെയർ കിട്ടിയില്ല. അത് ഈ പ്രാവശ്യം നമ്മൾ നികത്തും അല്ലേ? ഈ പ്രാവശ്യം ഗോൾഡൻ ബസ് നേടുന്നു, ഗോൾഡൻ ചെയറിലിരിക്കുന്നു. ഓക്കെ, അപ്പൊ സമൃദ്ധ ആളൊരു ടീച്ചറാണ് കേട്ടോ. അതാണ് എല്ലാ മാത്സ് ടീച്ചറാണ്. കണക്ക് കൂട്ടലുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. അത് ശരി. തെറ്റാറില്ലേ? എന്തായാലും പാട്ടിൽ ആ തെറ്റുകളൊന്നും വരാതിരിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി.
വെരി ഗുഡ് വെരി ഗുഡ് നൈസ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ്. അതിനാ നല്ലൊരു സോങ് സെലക്ഷൻ. ആരായിരുന്നു ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഹസ്ബൻഡ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് നന്നായി പാടിയോ ഇല്ലെന്നൊക്കെ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി, അതിര എന്താ വരികളുടെ ഒരു മനോഹാരിത. അതെ, ബ്യൂട്ടിഫുൾ പാട്ട്. മ്യൂസിക് ആയാലും വരികളായാലും നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് എത്തുകയാണ് ശരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ് ശരിക്കും ആതിര ഇന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ചില സ്ഥലത്തൊക്കെ കുറച്ച് ശ്രുതി പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിലെ കുറച്ച് സംഗതികളൊക്കെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു എന്നുള്ള. എന്താണ് കണക്ക് കൂട്ടലൊക്കെ എന്ത് തോന്നുന്നു ഇന്ന് പാടിയിട്ട് കുഴപ്പമില്ല. കഫം വന്നപ്പോ ഇടയില് വന്നപ്പോ എന്ത് പറ്റി? ഇങ്ങനെ കാണിച്ചു. അങ്ങനെ കാണിച്ചിട്ട് പോണില്ല. എന്നിട്ട് ആദ്യം അങ്ങോട്ട് തിരിഞ്ഞിട്ട് കാണിക്കുകയും ചെയ്തു. നീ അടുത്ത പ്രാവശ്യം ഇതൊന്നും കേൾപ്പിക്കരുത് പുറത്തോട്ട്. തല മാത്രമേ മാറ്റുള്ളൂ, മൈക്കൊപ്പം തന്നെ മാറ്റും. അപ്പൊ ആതിര, ഓൾ ദ ബെസ്റ്റ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ശ്രുതിയുടെയും ക്ലാരിറ്റിയുടെയും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ കറക്റ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മഞ്ജരി. മത്സേട്ടാ, ആതിര, ഇതിലിപ്പോൾ എനിക്ക് തോന്നിയത് മോള് കുറേ ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു ഇപ്പോൾ മഞ്ജരി സൂചിപ്പിച്ച പോലെ. പക്ഷേ വോയിസിലൊരു പരിഭ്രമം ഉണ്ടായിരുന്നു വോയിസിൽ. അത് മനഃപൂർവ്വമാണോ അറിയാതെ വരുന്നതാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ട് പാടുമ്പോൾ. പിന്നെ പല സ്ഥലത്തും ശ്രുതി ചേരായിക വന്നു. ബ്രത്ത് സസ്റ്റെയിൻ ചെയ്യേണ്ട സ്ഥലങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അവിടെ കട്ടായി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും പാട്ടിൻ്റെ. പക്ഷേ ചില ഭാഗങ്ങൾ ഫീൽ കൊടുത്തേക്കണമെന്ന് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആതിര കേട്ടോ. ഈ പാട്ട് ആഭോഗി എന്നുള്ള രാഗത്തെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സമൃദ്ധ, അതിൽ അസലായി പാടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. എസ്പെഷ്യലി പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള പാട്ടാണ്. അത് ഇവിടെ ഇത്രയും മെലഡീസ് ആയിട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു. താങ്ക് യു സമൃദ്ധ. ആശേച്ചി, ആതിരക്കുട്ടി, വിരഹവും പ്രണയവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു പാട്ടാണ്. മനോഹരമായിട്ടുള്ള വരികളാണ്. ഓരോ വരിയും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഹൃദയം ഇങ്ങനെ ടക്ക് 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 നടിക്കുന്ന ഫീലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് വളരെ രസമായിട്ട് പാടി. ഇനിയും ഒരുപാട് വേദികളിൽ മോള് പാടുന്നത് നമ്മളുടെ തന്നെ സ്റ്റേജസിൽ പാടണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഞങ്ങളെല്ലാവരും. സോ ശ്രദ്ധിച്ച് ഓരോ ചവിട്ടുപടികളും മുറുക്കി ചവിട്ടി വേണം മുമ്പോട്ട് പോവാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചക്കരെ. ഓക്കെ. അതിരാ, എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? കൊടുങ്കാറ്റാണ് കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്നത് അല്ലേ? എന്ത് തോന്നുന്നു? കുറച്ച് കാലിടാനുള്ള ചാൻസ് ഉണ്ടോ? അറിയില്ല. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇവിടെ പാടിയത്. അപ്പോൾ ആ പാട്ട് പാടി നമ്മൾ സേഫ് ആകണമെന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ കമന്റ്സ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നമാണ്. ആതിരയുടെ ഇന്നത്തെ പെർഫോമൻസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. പക്ഷെ നമ്മൾ തിരിച്ചു വരും അല്ലേ? നമ്മൾ തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഡേഞ്ചർ സോണിൽ നമുക്കറിയാലോ ഒരു അവസരം കൂടിയുണ്ട്. അവസരത്തിൽ നമുക്ക് ഏറ്റവും നന്നായി പാടാൻ പറ്റുന്ന പാട്ട് സെലക്ട് ചെയ്യുക, ആ പാട്ട് പാടുക. ഇവിടെ സേഫ് ആയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ജരി, മധുചേട്ട, ആശയേച്ചി, ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സമൃദ്ധ സുനിലാണ്. അപ്പോ സമൃദ്ധയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ആളെ കാണാതെ ഇടയ്ക്കിടയ്ക്ക് യൂസിൽ പോവും, എന്നിട്ട് പിന്നെ തിരിച്ചു വരും, പിന്നെ ഒരു 2 മാസം കൂടി ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുള്ളൂ, ടെലിവിഷനിലാണെങ്കിലും സിനിമയിലാണെങ്കിലും. അപ്പൊ നമ്മൾ അതുകൊണ്ട് ആളുടെ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സമൃദ്ധ അഭിനയിച്ച ഏതാനും ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഞങ്ങൾ പറയും. ഏതാ സിനിമ എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. 45 സിനിമകളിട്ട് ചെയ്തിട്ടുണ്ട്. അതിലത്തെ ക്യാരക്ടേഴ്സിന്റെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് ഓർമ്മ. 45 സിനിമയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, വെറും 10 സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ ശ്രമിക്കാം. നമ്മുടെ സമൃദ്ധിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നാൽ നിങ്ങൾക്ക് 3 പേർക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ടീം, നിങ്ങൾ 4 പേരൊരു ടീം. ഓക്കെ, ശരി. അപ്പൊ ആദ്യത്തെ ക്യാരക്ടറിന്റെ പേരെന്ന് പറയുന്നത് സുരഭി. വാസ്തവം. ഓക്കെ, അടിപൊളി. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടർ നന്ദന. നന്ദന ചോക്ലേറ്റ്.
ഓഹോ അസൽ ക്യാരക്ടറായിരുന്നു. താങ്ക് യു. മൂന്നാമത്തത് ട്രീസ. ട്രീസ ട്രീസ അല്ലേ? ആസിഫിന്റെ കൂടെ ചെയ്ത പടല്ലേ? അല്ല. അല്ല. ട്രീസ. മഞ്ജരി കിട്ടി. കിട്ടിയോ? കിട്ടി. ഒരു ക്ലൂ തരോ? കല്യാണം ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. കിട്ടി. ഇവർ വിവാഹിതരായ. അടുത്തത് അഭിരാമി. അഭിരാമി. റോബിൻ ഹുഡ്. ഇതാണോ ഓർമ്മയില്ല എന്ന് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ഇവിടെ സിനിമകളൊക്കെ ചെയ്ത് അമേരിക്ക പോയി ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. എല്ലാം മനസ്സിലുണ്ട്. പറയുമ്പോ ചില മോമെന്റ്സ് ആണ്, ചില സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ ചില മോമെന്റ്സ് ആണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ശരി. നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ക്യാരക്ടറിലോട്ട് കിടക്കുകയാണ്. ജ്യോതി. ജ്യോതി ഏതായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. മഞ്ജരി ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലൂ ഉണ്ടോ? ഇന്ദ്രജിത്ത് ആണ് അഭിനയിച്ചിട്ടുള്ളത്. ഇന്ദ്രേട്ടനും സരയും ഞാനും ചെയ്ത സിനിമയല്ലേ? ഞാൻ തോറ്റു. ഒരു പോയിന്റ് തരാം. ആ സിനിമ അത് തന്നെയാണ്. അപ്പൊ പിന്നെ എനിക്ക് തരണം. ചേകവർ. ഓക്കെ, അപ്പോ പോയിന്റ് 5 അവിടെ, പോയിന്റ് 5 എനിക്ക്. ഓക്കെ, അര മാർക്ക് എനിക്ക്. ആയിക്കോട്ടെ. അടുത്തത് അശ്വതി. അശ്വതി മല്ലു സിംഗ്. എല്ലാം ഓർമ്മയുണ്ടോ ആൾക്ക്? ഓക്കെ. കൽപ്പന. അരികെ. ചേടാ, ഇതിപ്പോ ഞാൻ തോറ്റുപോലോ. തോൽവി നമുക്ക് പുത്തിരി അല്ലല്ലോ. അടുത്തത് മാർട്ടി. മാർട്ടി അസുരവിത്ത്. ഓക്കെ, മിടുക്കി. അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ രശ്മി. രശ്മി സ്വപ്ന സഞ്ചാരി. ദേവയാനി. ദേവയാനി. ഓ, നിങ്ങൾ എന്നെ ടഫർ ക്വസ്റ്റ്യൻസ്. ദേവയാനി. ദേവയാനി ആ സിനിമയിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പേര് സ്ക്രിപ്റ്റിൽ മാത്രമേ വിളിച്ചിട്ടുണ്ടോ? സത്യം ഇല്ല, ഇതെനിക്ക് അറിഞ്ഞൂടാ. ഓർമ്മയില്ല. ക്ലൂ വേണോ? ക്ലൂ വേണം. ഇപ്പോ നേരത്തെ പറയണ്ടായി എന്തൊക്കെ വന്നാലും രഞ്ജിത്ത് അങ്കിളുടെ പടത്തിൽ ഞാൻ എന്നായാലും അഭിനയിക്കുമെന്ന്. ചന്ദ്രോത്സവം. അല്ല. തിരക്കഥ. ആയില്ല, തിരക്കഥയില് എന്റെ ക്യാരക്ടറിന്റെ എന്തോ പെറ്റ് നെയിമാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അച്ചു എന്നങ്ങാണ്ടാണ് വിളിക്കുന്നത്. ഐ എം സോറി, എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതെന്റെ ഒരു പോട്ടെ. എന്തായാലും 10 മാർക്കും തന്നിരിക്കുന്നു. കലക്കി. 10 വേണ്ട, ഞാൻ ഒരു പോയിന്റ് എനിക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഈ ടീമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ കൺഗ്രാചുലേഷൻ. താങ്ക് യു. എന്തായാലും അടിച്ചു പൊളിക്കാനുള്ള ഒരാളാണ് അടുത്തായി മത്സരാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോ അടിപൊളി സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു നിഖില. മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ബെല്ലാരി രാജ എന്ന കഥാപാത്രം. രാജമാണിക്ക് എന്ന ഫിലിമിലെ ഒരു സോങ്ങാണ് പാടുന്നത്. ബാക്കി നമുക്ക് സ്റ്റേജിൽ കാണാം. ഇതാരത്? രാജ ബെല്ലാരിയോ? ബെല്ലാരി രാജ. ഇതാരാണ്? ബെല്ലാരി രാജ. സ്റ്റൈലിൽ പറയണം, കുറച്ചുകൂടെ സ്റ്റൈലിൽ പറയണം. ആരാണ്? ബെല്ലാരി രാജ. അന്തരാസ് കുന്തരാസ് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നല്ലേ? വലത്തോട്ട് മാറി നിക്കടാന്ന് പറയും ഡെയിനോട്. ആ വലത്തെ വശത്തോടു കൂടി അങ്ങോട്ട് മാറിപ്പോ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് നിഖില.
തകിലും നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ ഹൈ. പുല്ലാനി മൂർഖൻ പടം വിടർത്തുമ്പോൾ കരതല വിറവിറയ്ക്കും. അയ്യയ്യയ്യാ കടലൊന്നു നടുങ്ങും. വെടികൊണ്ട പക്ഷികൾ ചേക്കേറുമോ? വണ്ടു ഞണ്ടിനെ ഉരുട്ടുമോ? അന്തം പടവിളിയോട്ടം ഒരുമടി നോട്ടം മറുപടി മായം പളനി മുരുകൻ ശരണം. പടയ്ക്കു മുന്നിൽ പറന്നു വരപ്പൊണ്ട തരണം. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ. അടിപൊളി ശിങ്കമാണടാ അയ്യസ്വാമിയേ. അടിപൊളി ശിങ്കമാണടാ അയ്യസ്വാമി. കുടമണി കാട്ടിയോടും ആട്ടുകൂട്ടം അക്കം പക്കം. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം പൊട്ടിപ്പാടുന്നേ. വെരി ഗുഡ് വെരി ഗുഡ്. പൊളിച്ചു കേട്ടോ. ചെല്ലക്കിളി കലക്കി കേട്ടാ. ഈ മഞ്ഞക്കിളിയായിട്ട് വന്നപ്പോഴേ കരുതിയതാണ് കലക്കാൻ പോണ പോക്കാണെന്ന്. എന്തായാലും കലക്കി കൈ കൊടുത്തു. എന്തായാലും ദാ നല്ല അവിടെ എന്തോ കാര്യമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അടിപൊളിയുടെ സംഗതി ആലോചിക്കായിരുന്നു. ഏതിന്റെ? ഇതിലെ അടിപൊളി. ഒരു അടിപൊളി ഉണ്ടല്ലോ. ആ ആഹാ. അപ്പൊ എന്തായാലും പാട്ട് അടിപൊളിയായോ? പാട്ട് അടിപൊളി അടിപൊളി സംശയമില്ല. കലക്കി കലക്കി. ഓക്കെ മധു ചേട്ടാ പാട്ടിനെ കുറിച്ച്. നിഖില സാർ അസലായിരുന്നു, ഉഗ്രനായിട്ട് പാടി കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു, നല്ല പഞ്ചോടുകൂടി പാടി താങ്ക്സ് സാർ. കേട്ടോ. ആദ്യം ഒരു അവസാനം വരെ വളരെ നന്നായിട്ട് പാടി. പ്രദീപ് പള്ളുരുത്തി, എൻ്റെ പ്രദീപേട്ടൻ പാടിയതാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പിന്നെ അലക്സ് പോൾ, അലക്സേട്ടനാണ് മ്യൂസിക്. ഗിരീഷ് ഏട്ടൻ്റെ മനോഹരമായ വരികൾ. എനിക്ക് ആ ഇത് മാത്രം സംശയമുള്ളൂ, അടിപൊളി ചിങ്കമാട അത് ഒന്ന് പാടാമോ? അടിപൊളി ശിങ്കമാണടാ. അതൊന്ന് സ്ലോ ആക്കിയേ. അടിപൊളി. ആ അതാണ് കുഴപ്പം. അടിപൊളി ശിങ്കമാണ. അടിപൊളി അല്ല അടിപൊളി ദിങ്ദറാരറാ. അടിപൊളി ശിങ്കമാണടാ. യെസ്. ഇപ്പൊ പ്രേക്ഷകര് വിചാരിക്കേ ഇതൊക്കെ ഇത്ര ഈ ഒരു പാട്ടിനകത്തും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ? ഉണ്ട്. അപ്പൊ അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. മഞ്ചരി ബെല്ലാടി രാജ കില്ലാടി രാജ ബെല്ലാടി രാജ കില്ലാടി. സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പടം കൂടിയത്. നമ്മുടെ തിരുവനന്തപുരം ഭാഷ അങ്ങോട്ട് സൂപ്പർ. മഞ്ചരി ഉണ്ടല്ലോ, എല്ലാ സിനിമകൾ മിക്കവാറും സിനിമകൾ കാണുകയും ചെയ്യും. അതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ അഭിനയിക്കുന്നവരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്ന ഒരു വലിയൊരു മിടുമിടിക്കാണ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ വളരെ പുറകോട്ട് വന്ന് ചേട്ടന് വേണ്ടി ഞാനും തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഈ ഒരു പാട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് അതിലെ മമ്മൂക്കേനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അന്തരാസ് കുന്തരാസ് നല്ലേ തീരണല്ലോ. അപ്പം ശരിക്കും മമ്മൂക്ക ഡാൻസ് വളരെ കുറവാണ് ചെയ്യാറെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ അകത്ത് ഈ പാട്ടിന്റെ ഹൈലൈറ്റ് തന്നെ മമ്മൂക്കയുടെ സ്റ്റെപ്പാണ്. ഞാനത് പ്രതീക്ഷിച്ചു, അത് വന്നില്ല. അപ്പൊ ശരിക്കും ഈ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ കോപ്പി അടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, പെർഫോമൻസ് സൂപ്പർ. മധുചേട്ടൻ പറഞ്ഞ ആ കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും ആശിച്ചി എന്തൊരു ഓളമായിരുന്നു അറിയാമോ. എൻ്റെ ഒരു പാക്ക് സിനിമയിൽ കാണുന്ന ആ സീൻസ് എല്ലാം കൂടെ ഒരുമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് ചൂസ് ചെയ്തതിന്. എക്സലന്റ് നിഖില. ഈ വേഷം നമുക്ക് വേണമെങ്കിൽ സ്ഥിരമാക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ആശിച്ചി. സമൃദ്ധ. നിഖില അടിപൊളി റൗണ്ടിൽ അടിപൊളി പെർഫോമൻസ്. ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് ജോഷിലാന്നറിയാം അവർ കളിച്ചത്. അപ്പോൾ കൂടെ നിഖില പാടുമ്പോൾ നല്ല മാച്ച് ഉണ്ടായിരുന്നു. നിഖിലയ്ക്കും അവർക്കും ഒരുപോലെ എനർജി ഉണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. എക്സലന്റ് പെർഫോമൻസ്.
നിഖില, അപ്പൊ എന്തായാലും നല്ല കമന്റ്സ് ഒക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അടിപൊളി റൗണ്ടിൽ അടിപൊളി എന്ന വാക്കിന് ചെറിയ പ്രശ്നം പറഞ്ഞു. ആ പ്രശ്നം നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിന് ബാധിക്കുമോ? അറിയില്ല. അപ്പൊ എന്തായാലും നിഖിലയുടെ പെർഫോമൻസിനുള്ള മാർക്കുകൾ നമ്മുടെ ജഡ്ജസ് നിഖിലയുടെ പെർഫോമൻസിനകത്ത് ഇപ്പൊ ഡെയിന് പറഞ്ഞ പോലെ ആ ഒരു പെർഫോമൻസ് ഫാക്ടർ ഉണ്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ഒരു സ്റ്റെപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്തു പോയി. അപ്പൊ ആ സ്റ്റെപ്പ് ഒന്ന് എനിക്ക് കണ്ടാ കൊള്ളാന്നുണ്ട്. ആ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ ടെൻഷൻ എടുപ്പിക്കുന്നത്. ഓക്കെ, പാട്ട് മ്യൂസിക് ഇതായിരിക്കുന്നു. അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ആളിട്ട പേരാണ് മാണിക്യം, രായമാണിക്യം. എന്നാ പിന്നെ മധുചേട്ടാ ഈ സ്റ്റെപ്പ് ചെയ്ത സ്ഥിതി കാണിച്ചു തന്നല്ലോ സ്റ്റേജ്. അതെ, അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ വെയിറ്റ് അവൻ ചെയ്യണം? ആ കുട്ടി ഇപ്പൊ ഏത് സോണിലാണ്? അത് റിസൾട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞാലോ നമുക്ക് പ്രാവശ്യം പറഞ്ഞേക്കാം. ഇതാണ് അടിപൊളിയായത്. ഇത് കലക്കി, സർപ്രൈസ് ആയി. നിഖില ഡാൻസ് കളിക്കാത്തോണ്ടൊന്നും അല്ല കേട്ടോ, ഞങ്ങള് ചുമ്മാ ഒന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ, അത് നടക്കോ ഇല്ലയോ ഒന്ന്. നമ്മൾ പെർഫോമൻസ് റൗണ്ടിലൂടെ ഇതാ നേടിയിരിക്കുന്നു എന്ത്? ഗോൾഡൻ ബസാർ. അപ്പൊ എന്തായാലും നിഖില കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിയും വരെ കാത്തിരിക്കാം. ഈ ഒരാഴ്ച നമുക്ക് ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടോന്ന് അറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. എന്തോ മുറുക്കിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞങ്ങള് മുറുക്കാണ്. നിങ്ങൾ രണ്ടുപേരിരുന്ന് അവിടെ കഴിച്ചോണ്ടിരുന്നാ മതി. സമൃദ്ധയോട് വേണോന്ന് ചോദിച്ചോ? അത് ശരി, നമുക്ക് പറ്റിയ ആളാണ്. പക്ഷെ ഇത് അറിഞ്ഞില്ല. എന്നാ ഞാൻ നേരത്തെ തന്നെ ആ പരിസരത്ത് ആ വഴി നടന്നേനെ. അത് കഴിഞ്ഞിട്ട് വന്നോ? വരാം ഉറപ്പായിട്ടും. അതിനു മുമ്പ് എനിക്ക് സമൃദ്ധയോട് ഒരു കാര്യം. ഇപ്പൊ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് രസികനാണ്. അപ്പോ ലാൽ സാറാണ് ആ സിനിമയുടെ സംവിധായകൻ. അപ്പോ ലാൽ സാർ എങ്ങനെയാണ് സമൃദ്ധയെ കണ്ടെത്തുന്നത്? 20 years ബാക്ക് ഞാൻ സെന്റ് ലീസാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രസികന്റെ ഷൂട്ട് ഓൾറെഡി തുടങ്ങി. അപ്പൊ അവര് വേറൊരു ആർട്ടിസ്റ്റിനെ ആയിരുന്നു അതിനെ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷെ എന്തോ കാരണവശാൽ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഇവര് ലാസ്റ്റ് മിനിറ്റ് ഒരു നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിലായിരുന്നു. അപ്പൊ ടെസ്സ ഉണ്ടല്ലോ, നമ്മള് പട്ടാളത്തിലൊക്കെ ലാലന്റെ സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ ടെസ്സ എന്റെ സീനിയറായിട്ട് കോളേജിലുണ്ട്. ലാലോട്ടൻ ടെസ്സയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് പുതിയ അഡ്മിഷനിൽ വന്നത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 1 week ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പുതിയ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു, നിന്റെ കോളേജിലാണെന്ന് പറഞ്ഞപ്പോൾ ടെസ്സ ചേച്ചിയാണ് എന്നോട് വന്നിട്ട് കോളേജിൽ നിന്ന് പറയുന്നത്, ഇങ്ങനെ ഡയറക്ടർ ലാൽ ജോസ് മീശമാധവന്റെ ഡയറക്ടർ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനോടും അമ്മയോടും ചോദിക്കണം, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു, നാളെ അവരെ കാണാൻ വരും, ഒന്ന് ചെന്ന് നിന്നോ, നമുക്ക് നോക്കാം എന്നൊക്കെ. ഞാൻ അച്ഛനോടും അമ്മയോടും വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കും കോള് പോയിട്ടുണ്ട്, പോയി നോക്കൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ക്യാമറമാൻ രാജീവ് രവിയാണ്. അപ്പോൾ രാജീവേട്ടനും ലാലേട്ടനും പ്രൊഡക്ഷൻ്റെ ഒരാളും കൂടെ എന്നെ കാണാൻ വന്നു ഹോസ്റ്റലിൽ കാണാൻ വന്നപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് രാവിലെ ഉറങ്ങി എണീറ്റ് അതേപോലെ പോയി അവരുടെ മുന്നിൽ നിന്നു. എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ലൈഫിൽ വരുന്ന ആദ്യത്തെ സിനിമ ഓഫർ എന്ന് പറയുന്നത് നന്ദനം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഡയറക്ടർ രഞ്ജിത്തിന് എനിക്കൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. അപ്പോൾ രഞ്ജിത്ത് അങ്കിളുടെ സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ രഞ്ജിത്ത് അങ്കിളുടെ സിനിമയിൽ അഭിനയിക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവരുടെ മുന്നിൽ, ലാലോട്ടിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. കാരണം ഇത് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ രഞ്ജിത്ത് അങ്കിളുടെ സിനിമയിൽ അഭിനയിക്കുമല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ വളരെ കൂളായി പോയി അവിടെ നിന്നു. അവരെന്തൊക്കെയോ ചോദിച്ചു, 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ പോയി. അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, നാളെ ഷൂട്ടിംഗ് തുടങ്ങും വരണം എന്ന്. അപ്പോൾ വിത്തിൻ എ ഡേ എൻ്റെ ലൈഫ് മാറി. നെക്സ്റ്റ് ഡേ ഞാൻ കോളേജിൽ ലീവ് എടുത്തിട്ട് സെറ്റിലേക്ക് പോകുന്നു. ദിലീപേട്ടൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ അവിടെ നിന്നാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷെ ഈ രസികൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഒരു മലയാള സിനിമയിൽ സമൃദ്ധയെ കണ്ടിട്ടുണ്ട്. അതെ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. നമുക്കൊരു ഫോട്ടോ കാണാം ആദ്യം. ഫോട്ടോ പ്ലീസ്. എവിടെ ഫോട്ടോ? അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ ഒരു രംഗമാണ്. എത്ര വയസ്സാണ്? 7ാം ക്ലാസ്. ചുവന്ന ഫ്രോക്ക്. 12 വയസ്സ്.
ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ വീടാണത്. അപ്പോൾ അവരവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ലാലേട്ടനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. എൻ്റെ കസിൻസ് ആണ്, ചുറ്റിലും നിൽക്കുന്നവരൊക്കെ എൻ്റെ കസിൻസ് ആണ്. ഞങ്ങളൊരു കാറ് നിറയെ കസിൻ സിസ്റ്റേഴ്സ് കൂടി പോവാണ് ലാലേട്ടനെ കാണാൻ. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി നിന്നപ്പോൾ ഡയറക്ടർ കമൽ സാറാണ്. അപ്പോൾ കമൽ സാർ ഇങ്ങനെ ചോദിച്ചു, ഈ കുട്ടികൾക്കൊക്കെ ബാക്കിലൊന്ന് വന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചു. അച്ഛനും അമ്മയും കൂടെ ഇല്ല, അവരെ വിളിച്ചു പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും ചാടിക്കയറി നിന്നു. അവിടുന്ന് സാറ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആയിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം നടക്കണം, എല്ലാവരും ചിരിക്കാതെ നിൽക്കണം എന്നായിരുന്നു ഇൻസ്ട്രക്ഷൻ. ആ നിപ്പാണ് ആ കാണുന്നത്. സമൃദ്ധ, അപ്പോ ഓരോ പാട്ടുകൾ കഴിയുമ്പോഴും മധുചേട്ടനും മഞ്ജരി ഓരോ പാട്ടുകൾ പാടുന്ന കേട്ടില്ലേ? നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവര് പാടി തരുവാണ് നമുക്ക് വേണ്ടി. അതേപോലെ നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്, സമൃദ്ധ ഒരു 4 വരി പാട്ട് നമുക്ക് വേണ്ടി പാടി തരുന്നു, സ്റ്റേജിൽ വന്ന് പാടുന്നു, നമ്മളെല്ലാവരും മാത്രല്ല ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു 4 വരി നമുക്ക്. ഞാൻ ആക്ച്വലി മഞ്ജരി എനിക്ക് വേണ്ടി ഒരു സിനിമയിൽ പാടിയിട്ടുള്ളത് മൂന്നാമതൊരാൾ എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജരി എന്റെ കൂടെ പാടുമെങ്കിൽ ഞാൻ ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ 2 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. പ്രണയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി. ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. മന്ദാര പുഷ്പങ്ങൾ വെറുതെ ഇരുത്തു നീ മാല കെട്ടി. അണിയേണ്ട ആളിന്റെ അരികിലിൽ നിന്നാലും അരുമയാം മാല്യം എടുത്തു വച്ചു. ഗുരുവായൂരിലെ കണ്ണാ കാത്തിരുന്നു കാത്തിരുന്നു. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. പ്രണയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി. ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി. നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. സൂപ്പർ സൂപ്പർ. ആഹാ, കലക്കി കലക്കി രണ്ടുപേരും. ഞാനത് പാടി റെക്കോർഡ് ചെയ്ത ഔസേപ്പച്ചൻ സാറിന് ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ്. ഒരുപാട് ടെൻഷൻ അടിച്ചു. അപ്പം എന്നോട് പറഞ്ഞു സമൃദ്ധയാണ് പാടാൻ പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു, ഓക്കെ സമൃദ്ധയാണ് എങ്ങനെയൊക്കെ ഭംഗിയായിട്ട് പാടണമല്ലോ, ആള് നല്ല ക്യൂട്ടായിട്ടുള്ള ആക്ട്രസ് അല്ലേ. പാടിക്കഴിഞ്ഞിട്ട് സമൃദ്ധ അത് ആക്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും കുറേ നേരം. നമ്മുടെ വോയിസ് ശരിക്കും ഒരു ആക്ടർ എപ്പോഴും ഒരു പാട്ടുകാരനുള്ള ഒരു ഫീലിംഗ് ആണ്. ഒരു ആക്ടർ അത് പാടി, ഒരു ആക്ട്രസ് അത് പാടി കേൾക്കുമ്പോൾ ഓൺ സ്ക്രീൻ ഒരു പാട്ടുകാരിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അദ്ദേഹം
അതേപോലെ തന്നെ ആ പാട്ടുകാരിയുടെ ഒപ്പം നിന്ന് പാട്ട് വലിയ പിടിയില്ലാണ്ട് ഞാനിങ്ങനെ പാടുമ്പോ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇതുപോലെ സാധാരണ ഈ ആക്ട്രസ് ഇപ്പൊ പല പാട്ടുകളിലും എല്ലാരും ചുണ്ടനക്കം ഇല്ല, പക്ഷെ ഈ ചുണ്ടനക്കുന്ന പാട്ടുകൾ നമുക്ക് ഭയങ്കര രസമാണ് പാടാനും, ഭയങ്കര രസമാണ്. അപ്പം നിലാവിന്റെ പോലെ ഞാൻ സമൃദ്ധിക്ക് പാടിയ ഒരു പാട്ടാണ് പോത്തൻ ബാവയിൽ ഞാനും മധുചേട്ടന പാടിയത്. ഞരൽപമനസ്കരിൽ ദുരയുള്ള ബുദ്ധികളവരിലും അന്ധകാരവിലാസവതിയായി അഹം ആത്മസുഗന്ധികം സത്യവ്രത. അത് കഴിഞ്ഞിട്ടത് ഞങ്ങള് തപ്പും അവിടെ. അതങ്ങനെയായിരുന്നു സിറ്റുവേഷൻ പാടിയിട്ട് എനിക്ക് തപ്പണം. എന്നാ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്താലോ? നമുക്കൊന്ന് തപ്പി നോക്കാം. എന്താ മനസ്സിലാട്ടാ? ഞാൻ ലിറിക്സ് ഒക്കെ തപ്പിയെടുക്കാം. അജ്ഞരൽപമനസ്കരിൽ ദൂരെയുള്ള ബുദ്ധികളവരിലും അന്ധകാരവിലാസഗതിയായി അഹം ആത്മസുഗന്ധികം സത്യവ്രത സത്യവ്രത സത്യവ്രത. സത്യവ്രത ഹൃദയങ്ങളിൽ സുരശുദ്ധരിൽ മലർച്ചിത്തരിൽ മുക്തിദായക സൂക്തമൊരു പോൽ വസുധൈവ കുടുംബകം. കുയിലു പാടും സുഖം കുഴലുവിളിയുടെ സ്വരസുഖം. കുയില് പാടും സുഖം കുഴലുവിളിയുടെ സ്വരസുഖം. വിളയാടുക നീ എന്നും നറുതേൻ മൊഴിയേ. വിളയാടുക നീ ഇന്നും നറുതേൻ മൊഴിയേ. പുതുമോടിയണിയാൻ നമ്മളൊരുപോൽ കരളുമെനയണ തുരുതുരേ. നീരാണിയെല്ലാം നീരാണേ കള്ളം ചേരുമ്പോഴയ്യോ നോവാണേ. നീരാണിയെല്ലാം നീരാണേ കള്ളം ചേരുമ്പോഴയ്യോ നോവാണേ. കലകി. സൂപ്പർ സൂപ്പർ. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു ട്രീറ്റ് തന്നെയായിരുന്നു. കലക്കി, 3 പേരും കലക്കി. അപ്പോ ദാ ഇവിടെ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. അശേച്ചി, ഇളങ്കാറ്റ് വേണോ കൊടുങ്കാറ്റ് വേണോ? ചേച്ചി ഇളങ്കാറ്റും എന്റെ ചക്കര എന്ത് രസമായിട്ടാണ് പാടിയത്. പാട്ടും ഡാൻസും ഒന്നല്ല, യുവർ പ്രസൻസ് അത് തന്നെ ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. താങ്ക് യു. എല്ലാവർക്കും വേണ്ടിയിട്ട് ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടച്ച് മൈ ഹാർട്ട്. താങ്ക് യു. മതിച്ചേട്ടാ, നമ്മൾ മറ്റൊരു കണ്ടസ്റ്റന്റിനെയാണ് മതിച്ചാണ് വേണ്ടി വിട്ടു തന്നിരിക്കുന്നത്. മഞ്ജരിയുടെ ഗാനത്തിന് പറ്റി. മത്സരാർത്ഥിയായിരുന്നു. മഞ്ജരിയുടെ ഗാനത്തിനെ പറ്റിയാ? അവസരം മഞ്ജരിയെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. സാർ എന്റെ ഡ്രസ്, സാരിയെ കുറിച്ചിട്ട് പറയൂ. സാരി എന്റെ ജിംകി സാർ, ജിമിക്ക് അടിപൊളിയായിട്ടുണ്ട്. സമൃദ്ധ, എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനൊരു മ്യൂസിക്കൽ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇതിൽ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. സന്തോഷം. മധുചേട്ടന്റെയും മഞ്ജരിയുടെയും കൂടെ ഈ വേദിയിൽ പാടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എനിക്കും വളരെ സന്തോഷം. ആദ്യമായിട്ടല്ലേ നമ്മൾ ഒരുമിച്ച് പാടുന്നത്. അതെ അതെ അതെ. താങ്ക് യു. അപ്പൊ എന്തായാലും ആ ഫീലോട് കൂടിയിട്ട് അന്ന് സ്ക്രീനിൽ ചെയ്തതാ ഈ വേദിയിലൂടെ കാണാനുള്ള ഭാഗ്യം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഉറപ്പായിട്ടും നമ്മുടെ മത്സരം തുടരാം അല്ലേ മഞ്ജരി?